ഉറുമിയിലെ ഈ ഗാനങ്ങൾ വടക്ക് വടക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ആരാന്നേ ആരാന്നേ ആണെങ്കിലും അല്ലെങ്കിൽ തൊട്ട് മുന്നിറങ്ങിയ സെല്ലുലോയുടെ പാട്ടാണെങ്കിലും ഒരു പ്രത്യേക സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്ന വരികളും സ്വഭാവമാണ് ആ പാട്ടുകൾക്കൊക്കെ. അത്തരം പാട്ടുകൾ തുടർച്ചയായി എഴുതുമ്പോൾ നമ്മൾ ചില പ്രത്യേക കളങ്ങളിൽ കൃത്യമായിട്ട് നമ്മൾ ആവാഹിച്ചു വെച്ച പോലെ ആയിരിക്കും. അപ്പോൾ നമ്മളിൽ നിന്ന് മറ്റൊരു ജോണറിലുള്ള വാക്കുകള്, പദാവലികള്, കൽപ്പനകള് ഒന്നും ചിലപ്പോൾ കിട്ടിയേക്കില്ല എന്നുള്ളൊരു മുൻവിധിയോടെ നമ്മൾ സമീപിക്കും, എഴുത്തുകാരാണെങ്കിലും സിനിമാ പ്രവർത്തകരാണെങ്കിലും. പക്ഷെ ഏങ്കണ്ടിയൂർ ചന്ദ്രശേഖരിൽ നിന്ന് ഇങ്ങനത്തെ പാട്ടുകൾ മാത്രമല്ല, വേറെ ചില തരം പാട്ടുകളും കിട്ടും എന്ന് കൃത്യമായിട്ട് നമുക്ക് ബോധിച്ച കുറെ പാട്ടുകളുണ്ട്. പ്രത്യേകിച്ച് ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റാപ്പ് സോങ്സ് എഴുതുന്നത് ഏങ്കണ്ടിയൂർ ചന്ദ്രശേഖരന്റെ ആയിരുന്നു. അപ്പൊ താങ്കളുടെ വാക്കുകൾ പുതിയ ജനറേഷന്റെ, ഇപ്പോ വേടന്റെ പാട്ടുകളൊക്കെ ഒരുപാട് ചർച്ച ചെയ്യുന്നു. റാപ്പ് എന്നുള്ള കലാരൂപത്തിന് കൂടുതൽ സ്വീകാര്യത വരുന്നു. ഒരു സമയത്ത് ജാസ് ഗിഫ്റ്റ് കൊണ്ടുവന്ന ഒരു വലിയ വിപ്ലവമുണ്ട്. അപ്പോൾ അതും അതിനുശേഷവും അതിന്റെ തുടർച്ചയായിട്ടും ഒക്കെ ഒരുപാട് സിനിമകളിൽ റാപ്പ് സോങ്സ് ഉണ്ടായിരുന്നു. അത്തരം പാട്ടുകൾ എഴുതുമ്പോഴുള്ള അനുഭവ പരിസരങ്ങള് എങ്ങനെയൊക്കെയായിരുന്നു? ഞാൻ ആദ്യം ശരിക്കും പറയണമെങ്കിലേ റാപ്പായിട്ട് എഴുതിയിട്ടുള്ള കുറച്ച് ഒരു ജാതിയ മനുഷ്യൻ എന്നുള്ള സിനിമ റാപ്പായിട്ട് തന്നെ റാപ്പായിട്ട് എഴുതിയിട്ടുള്ളത്. പക്ഷെ മറ്റുള്ള പാട്ടുകൾ ഞാൻ ആദ്യം തന്നെ അവിയലിന്റെ പാട്ടുകൾ നട കരിമാനത്തട്ടം കണ്ട് പേലി ആ പാട്ടൊക്കെ ഞാൻ എഴുതിയില്ല. അവർക്ക് വേണ്ടി കുറച്ച് പാട്ടൊക്കെ എഴുതിയിരുന്നു. അങ്ങനെ തന്നെ അന്നത്തെ നമ്മുടെ റെക്സ് വിജയനായിട്ടുള്ള ഒരു ബന്ധം. അപ്പൊ റെക്സ് വിജയൻ ഞാൻ കൂടി ഒരു 10-25 സിനിമയിൽ എഴുതിയിട്ടുണ്ട്. അതൊന്നും നാടൻ പാട്ടുകളൊന്നും അല്ല, വേറൊരു വേറെ കൾച്ചറൽ പാട്ടുകൾ. ദുൽഖറിന്റെ ആദ്യത്തെ പടമായിട്ടുള്ള സെക്കൻഡ് ഷോ, നീലാകാശം, പച്ചക്കടല്, ദുൽഖറിന്റെ തന്നെ കുറച്ച് പടത്തില് ഉണ്ട്. കുറിപ്പില് അവരതിലൊക്കെ അതൊന്നും നാടൻ പാട്ടായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല. ആത്മബന്ധത്തിൽ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഒരുപാട് പാട്ട് എഴുതിയിട്ടുണ്ട്. ഫഹദിന്റെ ആദ്യത്തെ പടമുള്ള ചാപ്പാക്കുരിശ്, 24 നോർത്ത് ഗാഥം, പിന്നെ ഇംഗ്ലീഷ് ശ്യാംപ്രസാദിന്റെ, അതൊന്നും നാടൻ പാട്ടല്ല. നമ്മളെ എന്നെ മുദ്ര കുത്തിയിട്ടുള്ള ശരിക്കും നാടൻ പാട്ടുകൾ നിലക്കാണ്. താനെ പൂക്കും നാണപ്പൂ ആ പാട്ടില് സപ്തംശ്രീ തസ്കർ എഴുത്തിയ ലോൺലി വിഷൻ 7000 കണ്ടി ഇതിലൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊന്നും നാടൻ പാട്ടുകളല്ല. ഇപ്പോൾ അങ്ങനെ കുറെ പാട്ടുകൾ ആ രീതിയിൽ എഴുതിയിട്ടുണ്ട്.